2, 1. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ 12th ചാപ്റ്റർ ദ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഓഫ് ഹിസ്റ്ററിയാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗത്തിൽ ഈ ചാപ്റ്റർ പഠിക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം വളരെ പരിമിതമായ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഹിസ്റ്ററി എന്നാൽ എല്ലാവർക്കും അറിയാം, മറ്റു സയൻസ് പോലെ തന്നെ ഇതും ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ്. അതായത് പഠനത്തിനുള്ള ഒരു മേഖല തന്നെയാണ് ഹിസ്റ്ററി. ഇതിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ സയൻറ്റിഫിക്കായി കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു. ഇതിനെയാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പം ഹിസ്റ്ററി രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഒരു വാസ്റ്റ് ഏരിയയെക്കുറിച്ച് പഠിക്കുന്നതാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതേസമയം അത് വളരെ കുറഞ്ഞ റീജിയനിലാണ് ആ പഠനമെങ്കിൽ അതിനെ നമ്മൾ ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നു. ഹിസ്റ്ററി ആൻഡ് ലോക്കൽ ഹിസ്റ്ററിയുടെ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. വാസ്റ്റ് റീജിയനെ കുറിച്ച് പഠിക്കുന്നതാണ് ഹിസ്റ്ററി. അതായത് വിശാലമായ ഒരു പ്രദേശത്തെയോ രാജ്യത്തെയോ കുറിച്ച് പഠിക്കുന്നതാണ് ഹിസ്റ്ററി. എന്നാൽ ലോക്കൽ ഹിസ്റ്ററിയോ എ മൈന്യൂട്ട് ലെവൽ ഓഫ് എൻക്വയറി ഓഫ് ദ ഹിസ്റ്ററി ഓഫ് എ സ്മോൾ റീജിയൻ സബ്ജക്ട്സ് ഓർ ഇവൻറ്റ്സ്. ഒരു പ്രദേശത്തെയോ ഒരു പ്രത്യേക സബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഈവൻസിനെയോ ബേസ് ചെയ്ത് വളരെ മൈന്യൂട്ടായിട്ട് പഠിക്കുന്നതാണ് ലോക്കൽ ഹിസ്റ്ററി. ഹിസ്റ്ററി ഈസ് റെക്കോർഡഡ് യൂസിങ് റിട്ടൺ ഡോക്യുമെൻറ്റ്സ്, ആർക്കിയോളജിക്കൽ എവിഡൻസസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ റിമെയിൻസ്. അപ്പോൾ നമ്മുടെ ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള വസ്തുക്കളിൽ നിന്നും അതുപോലെ എഴുതപ്പെട്ട ഡോക്യുമെൻറ്റ്സിൽ നിന്നും കിട്ടുന്നതാണ് ഹിസ്റ്ററിയായി റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. എന്നാൽ ലോക്കൽ ഹിസ്റ്ററിയിൽ ലോക്കൽ ഫെസ്റ്റിവൽസ്, കസ്റ്റംസ്, ട്രഡീഷൻസ് ഇതെല്ലാമാണ്, അതായത് ഓറൽ ട്രഡീഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ലോക്കൽ ഹിസ്റ്ററിയിൽ ഹിസ്റ്റോറിക്കൽ റൈറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതേസമയം ഹിസ്റ്ററി പാസ്റ്റ് ഈവൻറ്റ്സ്, കൾച്ചേഴ്സ്, സൊസൈറ്റി ഇവയെക്കുറിച്ച് ആണ് ആക്സസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ലോക്കൽ ഹിസ്റ്ററി ഇതൊരു ചെറിയ റീജിയനെ മാത്രമാണ് അവിടെ കാണിക്കുന്നത്. അതായത് മെയിൻ സ്ട്രീം ഹിസ്റ്ററിയിൽ വരാത്ത, വലിയൊരു ഹിസ്റ്ററിയുടെ ഭാഗമായി വരാത്ത പല കാര്യങ്ങളുമാണ് ലോക്കൽ ഹിസ്റ്ററിയിൽ പെടുന്നത്. അപ്പോൾ നമ്മളിവിടെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ വാസ്റ്റ് റീജിയനിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കും. ലോക്കൽ ഹിസ്റ്ററി സ്മോൾ റീജിയനെ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഹിസ്റ്ററി റെക്കോർഡ് ചെയ്യപ്പെടുന്നത് റിട്ടൺ ഡോക്യുമെൻറ്റ്സ്, ആർക്കിയോളജിക്കൽ എവിഡൻസ് ആണെങ്കിൽ ലോക്കൽ ഹിസ്റ്ററിയിൽ ലോക്കൽ ഫെസ്റ്റിവൽസ്, കസ്റ്റംസ്, ട്രഡീഷൻസ് ഇവയെ ബേസ് ചെയ്തിട്ടാണ് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് നടക്കുന്നത്. അതേപോലെ ഹിസ്റ്ററിയിൽ പാസ്റ്റ് ഈവൻറ്റ്സ്, കൾച്ചർ ഇതിനെയാണ് ബ്രോഡ് പെർസ്പെക്റ്റീവിൽ കാണുന്നതെങ്കിൽ ലോക്കൽ ഹിസ്റ്ററിയിൽ റെപ്രസെൻറ്റേഷൻ ഈസ് ഗിവൺ ടു റീജിയൻസ് ദാറ്റ് ഈസ് ഔട്ട് ഓഫ് മെയിൻ സ്ട്രീമിൽ പെടാത്ത ഒരു റീജിയനെ കുറിച്ചാണ് നമ്മളിവിടെ ലോക്കൽ ഹിസ്റ്ററിയിൽ പറയുന്നത്. ഇത്രയാണ് അതിൻ്റെ ഡിഫറൻസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വാസ്റ്റ് റീജിയനെ കുറിച്ച് പഠിക്കുന്നതാണ് ഹിസ്റ്ററി എന്ന്. അപ്പോൾ ഈ ഹിസ്റ്ററിയെ കുറിച്ച് അറിയുന്നത് ഏതെല്ലാം സോഴ്സസിൽ നിന്നാണ്, അതായത് ഏതെല്ലാം കാര്യങ്ങളിൽ നിന്നാണ്, എവിടെ നിന്നെല്ലാം നമുക്ക് ഈ ഇൻഫോർമേഷൻ കിട്ടുന്നു, ഈ യൂസ്ഫുൾ ആയ ഇൻഫോർമേഷൻ എവിടെ നിന്നെല്ലാമാണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. അതിനെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ സോഴ്സസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് അപ്പോഴത്തെ ഹിസ്റ്റോറിക്കൽ സോഴ്സസ്? ആർക്കിയോളജിക്കൽ റിമെയിൻസ്, മോണ്യുമെൻറ്റ്സ്, ലിറ്റററി വർക്ക്സ്, ട്രാവലോഗ്സ്, ന്യൂസ് പേപ്പർ ആൻഡ് ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ്. ഈ 6 എണ്ണമാണ് ഹിസ്റ്റോറിക്കൽ സോഴ്സസ്. ഈ വിഭാഗത്തിൽ നിന്ന് നമുക്ക് റെക്കോർഡ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഓരോന്നും നമ്മൾ എന്താണെന്ന് നോക്കാം. ആർക്കിയോളജിക്കൽ റിമെയിൻസ്, പുരാവസ്തുക്കളുടെ അവശിഷ്ടങ്ങളിൽ നിന്നും പണ്ടുള്ള പല ലിത്തിക് മോണ്യുമെൻറ്റ്സ് ഒക്കെ അതിൽ പെടുന്നതാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം കിട്ടുന്ന വിവരങ്ങളാണ് ആർക്കിയോളജിക്കൽ റിമെയിൻസിൽ പെടുന്നത്. സോഴ്സസിൽ പെടുന്നതാണ് ആർക്കിയോളജിക്കൽ റിമെയിൻസ്, അതായത് പുരാവസ്തു അവശിഷ്ടങ്ങൾ. അക്കാലത്തെ പുരാവസ്തു അവശേഷങ്ങളിൽ നിന്നും നമുക്ക് ആ കാലഘട്ടത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ കാലഘട്ടത്തെ ആളുകളുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. എന്തൊക്കെയാണ് ഈ ആർക്കിയോളജിക്കൽ സോഴ്സസ് എന്ന് നോക്കാം. ലിത്തിക് മോണ്യുമെൻറ്റ്സ്, കേവ്സ്, ആൻഷ്യൻ ഇൻസ്ക്രിപ്ഷൻസ്, പാലസസ്, കോയിൻസ് ഇവയെല്ലാമാണ് ആർക്കിയോളജിക്കൽ സോഴ്സസ്. അപ്പോൾ ആ കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒന്നാണ് ലിത്തിക് മോണ്യുമെൻറ്റ്സ്. അതായത് കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ തുടങ്ങിയവ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ വക കാര്യങ്ങളിൽ നിന്നും നമുക്ക് അക്കാലത്തെ ആളുകളുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഏതൊക്കെയാണ്? കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ. അതുപോലെ കേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഹകളിൽ നിന്ന് നമുക്ക് അക്കാലത്തെ ആളുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ആങ്കോട്, തെന്മല, മറയൂർ, എടക്കൽ തുടങ്ങിയവയാണ് നമ്മുടെ കേരളത്തിലുള്ള പല ഗുഹകളും. അപ്പോൾ ഈ ഗുഹകളിൽ നിന്നും അക്കാലത്തെ ആളുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ആൻഷ്യൻ്റ് ഇൻസ്ക്രിപ്ഷൻസ്, എഴുതപ്പെട്ട രേഖകൾ, അതാണ് ആൻഷ്യൻ. പണ്ട് കാലത്ത് എഴുതപ്പെട്ട പല രേഖകളിൽ നിന്നും അക്കാലത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഏതൊക്കെയാണ്?
മെറ്റൽ പ്ലേറ്റ്സ്, സ്റ്റോൺസ്, പാം ലീവ്സ്. ഇപ്പോൾ മെറ്റലിലൊക്കെ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ, കല്ലുകളിൽ എഴുതി വെച്ച കാര്യങ്ങൾ, പാം ലീവ്സിലുള്ള കാര്യങ്ങൾ, ഇവയെല്ലാം നമുക്ക് അക്കാലഘട്ടത്തെ ആളുകളുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ ഫോർട്ട്സ് ആൻഡ് പാലസസ്, കൊട്ടാരങ്ങൾ, കോട്ടകളെല്ലാം അതിൽ പെടുന്നതാണ്. ബേക്കൽ ഫോർട്ട്, കണ്ണൂർ ഫോർട്ട്, പാലക്കാട് ഫോർട്ട്, അഞ്ചുതെങ്ങ് മുതലായവയാണ് കേരളത്തിലുള്ള മറ്റ് ഫോർട്ടുകൾ. അതുപോലെ പാലസസ്, പത്മനാഭപുരം പാലസ്, മട്ടാഞ്ചേരി പാലസ്, അറക്കൽ പാലസ്. അങ്ങനെ ആ കാലഘട്ടത്തെ ആളുകളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തെ ജനജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നവയാണ് പാലസസ്. അതുപോലെ ആൻഷ്യൻ്റ് ഇൻസ്ക്രിപ്ഷൻസ്, കേവ്സ്, ലിത്തിക് മോണുമെൻറ്റ്സ് മുതലായവ. ആ കാലഘട്ടത്ത് ഇന്നത്തെ പോലെ തന്നെ കോയിൻസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമുക്ക് ആ കാലഘട്ടത്തെ ജനജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള കോയിൻസ് ആയിരുന്നു? കാശ്, അച്ചു, സുൽത്താൻ കാശ്, പണം, അനന്തരായൻ പണം, അങ്ങനെ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന കോയിൻസിൻ്റെ പേരുകളാണിവ. അതിൽ നിന്ന് നമുക്ക് ആ കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആർക്കിയോളജിക്കൽ റിമെയിൻസിൽ പെടുന്നത്. മറ്റൊരു ഹിസ്റ്റോറിക്കൽ സോഴ്സസ് ആണ് ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ്. ചരിത്രപരമായ പല സ്ഥാപനങ്ങളും അവയും നമുക്ക് ചരിത്ര പ്രാധാന്യമുള്ള പല സ്ഥാപനങ്ങളും നമുക്ക് ആ കാലഘട്ടത്തെ ജീവിതത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നു. ഏതൊക്കെയാണ്? രേവതി പട്ടത്താനം അറ്റ് തളി ടെമ്പിൾ, മിഷ്കാൽ ഫോർട്ട്, ദേവമാതാ കത്തീഡ്രൽ. ഇവയെല്ലാമാണ് ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ് ആയിട്ട് ഇവിടെ പഠിക്കാനുള്ളത്. അടുത്തത് ലിറ്റററി വർക്ക്സ്. ഒരു കാലഘട്ടത്തെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന മറ്റൊരു ഹിസ്റ്റോറിക്കൽ സോഴ്സസ് ആണ് ലിറ്റററി വർക്ക്സ്. അക്കാലത്ത് എഴുതപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. കോകില സന്ദേശം, ഉദ്ദണ്ഡ ശാസ്ത്രികളുടെ കോകില സന്ദേശം. അതുപോലെ നാടുവാഴി സിസ്റ്റം മനസ്സിലാക്കി തരുന്ന മണിപ്രവാള, വടക്കൻ പാട്ടുകൾ, ഇന്ദുലേഖ, ചന്തുമേനോൻ്റെ ഇന്ദുലേഖ തുടങ്ങിയ കാര്യങ്ങൾ അക്കാലത്തെ സാമൂഹ്യ സ്ഥിതിയും ആളുകളുടെ ജീവിതവും എല്ലാം മനസ്സിലാക്കി തരുന്നു. അടുത്തത് ട്രാവലോഗ്സ്, യാത്രാ വിവരണങ്ങൾ. അബ്ദുൾ റസാഖ് എഴുതിയിട്ടുള്ള കോഴിക്കോടിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ, അതും ഒരു ഹിസ്റ്റോറിക്കൽ സോഴ്സസ് ആണ്. കേരളത്തിനെ കുറിച്ച് ചില ഫോറിൻ ട്രാവലേഴ്സ് കേരളത്തെക്കുറിച്ച് ഒരുപാട് വിവരണങ്ങൾ തന്നിട്ടുണ്ട്. അവരാരെല്ലാം എന്ന് നോക്കാം. ഗ്രീസിലെ മെഗസ്തനീസ്, പേർഷ്യയിലെ സുലൈമാൻ അബ്ദുൾ റസാഖ്, വെനീസിലെ മാർക്കോ പോളോ, മൊറോക്കോയിലെ ഇബിൻ ബത്തൂത്ത, വെനീസിലെ നിക്കോളോ കോണ്ടി, ചൈനയിലെ മാ ഹുയാൻ, പോർച്ചുഗലിലെ ബാർബോസ. ഇവരെല്ലാം കേരളത്തെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുള്ളവരാണ്. അടുത്തത് ന്യൂസ് പേപ്പർ. ഒരു പ്രദേശത്തെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള, പൊളിറ്റിക്കൽ, അതുപോലെ സോഷ്യൽ ആയിട്ടുള്ള, എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആ കാലഘട്ടത്തെ ന്യൂസ് പേപ്പറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. 3, 2, 1, go. അപ്പോൾ നമുക്ക് എപ്പിഗ്രാഫി എന്താണെന്ന് നോക്കാം. ആൻഷ്യൻ്റ് ഇൻസ്ക്രിപ്ഷനിൽ പെടുന്നതാണ് എപ്പിഗ്രാഫി. അതായത് സ്റ്റോൺസ്, മെറ്റൽ പ്ലേറ്റ്സ്, പാം ലീവ്സ്, ഇതിലെല്ലാം കാര്യങ്ങൾ അക്കാലത്തെ ജീവിതത്തെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ളതാണ്. ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എപ്പിഗ്രാഫി എന്ന് പറയുന്നത്. ദ സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷൻസ് ഓൺ സ്റ്റോൺസ്, മെറ്റൽ പ്ലേറ്റ്സ് ആൻഡ് പാം ലീവ്സ് ഈസ് കോൾഡ് എപ്പിഗ്രാഫി. നമ്മൾ പഠിച്ചതാണ്. ഹിസ്റ്റോറിക്കൽ സോഴ്സസിൽ പെടുന്നതാണ് കോയിൻസ്. ആ കാലഘട്ടത്തെ എക്കണോമിക്, പൊളിറ്റിക്കൽ, കൾച്ചറൽ ജീവിതത്തെക്കുറിച്ച് വിലമതിക്കാനാവാത്ത വിവരങ്ങൾ തരുന്നതാണ് ആ കാലത്തെ നാണയങ്ങൾ. അപ്പോൾ നാണയത്തെക്കുറിച്ചുള്ള പഠനത്തിനാണ് എന്ത് പറയുന്നത്? ന്യൂമിസ്മാറ്റിക്സ്. അപ്പോൾ നാണയങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയും. ഇൻസ്ക്രിപ്ഷൻസിനെ കുറിച്ച്, സ്റ്റോൺസ്, മെറ്റൽ പ്ലേറ്റ്സ് എന്നിവയിലുള്ള ഇൻസ്ക്രിപ്ഷനെ കുറിച്ച് പഠിക്കുന്നത് എപ്പിഗ്രാഫി എന്നും പറയുന്നു. ലിറ്റററി സോഴ്സസും എന്താണ്? സോഴ്സസ് ഓഫ് ഹിസ്റ്ററി ആണ്. അപ്പം ലിറ്റററി വർക്ക്സിൽ നിന്നും ആ കാലത്തെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒന്നാണ് സംഘം ലിറ്ററേച്ചർ. അതായത് തമിഴിലുള്ളതാണ് സംഘം ലിറ്ററേച്ചർ. അപ്പോൾ അതും കേരളത്തിൻ്റെ ആൻഷ്യൻ്റ് ഹിസ്റ്ററിയെക്കുറിച്ച് വെളിച്ചം തരുന്ന ഒന്നാണ്. പതിറ്റുപാട്ട്, പുറനാനൂറ്, അകനാനൂറ്, കുറുംടോക്കൈ, നാട്ടിനെ മുതലായവയാണ് അക്കാലത്ത് സംഘം പീരീഡിലുള്ള പ്രധാന ലിറ്റററി വർക്ക്സ്. അപ്പോൾ നമ്മൾ മുമ്പ് ഹിസ്റ്ററിയുടെ സോഴ്സസ് എന്താണെന്ന് പഠിച്ചു. ഇനി ലോക്കൽ ഹിസ്റ്ററിയുടെ സോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
ഏകദേശം ഒരുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും കുറച്ചും കൂടെ ഉണ്ട്. എന്തൊക്കെയാന്ന് നോക്കാം. ഒബ്സർവേഷൻ ഓഫ് ദ ലൊക്കാലിറ്റി, ഒരു പ്രദേശത്ത് നമ്മൾ നിരീക്ഷിക്കുക. മെമ്മറീസ്, ഓറൽ ട്രഡീഷൻ, പണ്ടുള്ള ആളുകളിൽ നിന്നൊക്കെ അവരുടെ മെമ്മറീസ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ശേഖരിക്കുക. പ്ലേസ് നെയിം, ഓരോ പ്രദേശത്തിന് ഇപ്പോൾ കോഴിക്കോട് എന്നുള്ള പേര് എങ്ങനെ വന്നു, അതേപോലെ ഓരോ സ്ഥലങ്ങൾക്കും പേര് എങ്ങനെ വന്നു, അങ്ങനെ പ്ലേസ് നെയിംസ്. ഫാമിലി ഹിസ്റ്ററി, നമ്മുടെ കുടുംബത്തിന്റെ ഹിസ്റ്ററി പരിശോധിക്കുക. ഒഫീഷ്യൽ ഡോക്യുമെന്റ്, ഒഫീഷ്യൽ ഡോക്യുമെന്റ്സും ഒരു ലോക്കൽ ഹിസ്റ്ററിയിൽ സോഴ്സസ് ആയി വരുന്നതാണ്. മോർഗേജ് ഡോക്യുമെന്റ്സ് ആൻഡ് ഡീഡ്സ്, ലോക്കൽ നോളേജ്, റൈറ്റ്സ് ആൻഡ് റിച്വൽസ്, സോങ്സ്. ഒരു പ്രദേശത്തെ കുറിച്ചുള്ള വിവരങ്ങളും അതുപോലെ അവിടെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് സംബന്ധിച്ചിട്ടുള്ള പല പാട്ടുകളും, അതും ലോക്കൽ ഹിസ്റ്ററിയിലേക്ക് വിവരങ്ങൾ നൽകുന്ന കാര്യങ്ങളാണ്. ലോക്കൽ ഒബ്സർവേഷൻ, ഒരു പ്രദേശം നമ്മൾ നിരീക്ഷിക്കുക. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നിരീക്ഷിക്കേണ്ടത്? വാട്ട് അതർ ഇൻഫോർമേഷൻ ക്യാൻ ബി ഫൈൻഡ് ഫോർ റൈറ്റിംഗ് ഹിസ്റ്ററി ത്രൂ ലോക്കൽ ഒബ്സർവേഷൻ? എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ലാംഗ്വേജ്, ലിറ്ററേച്ചർ, ആർട്ട്, എന്റർടൈൻമെന്റ്, ട്രാവൽ, കമ്മ്യൂണിക്കേഷൻ. ഈ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലാണ്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലുള്ള വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രദേശത്തെ കുറിച്ചിട്ടുള്ള ഒരു വിവരങ്ങൾ കിട്ടും. സോഴ്സ് ഫോർ ലോക്കൽ ഹിസ്റ്ററിയാണ്, അതായത് ലോക്കൽ ഹിസ്റ്ററിയെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നൽകുന്ന ഒന്നാണ് ആ സ്ഥലത്തിന്റെ പേരുകൾ. ആ സ്ഥലങ്ങൾക്ക് എങ്ങനെ പേര്, അല്ലെങ്കിൽ ഓരോ സ്ഥലത്തിനും എങ്ങനെ പേര് കിട്ടി. കോഴിക്കോട് എന്ന പേര് എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. കോയിൽക്കോട്ട എന്നതിൽ നിന്നാണ് കോഴിക്കോട് എന്ന പേരുണ്ടായത്. കോയിൽ ആൻഡ് കോട്ട, ഈ രണ്ട് വാക്കുകളുടെ കോമ്പിനേഷനാണ്, കൂടിച്ചേർന്നിട്ടാണ് കോയിൽക്കോട്ട. കോയിൽ മീൻസ് പാലസ്. കോയിൽക്കോട്ട മീൻസ് എ പാലസ് പ്രൊട്ടക്റ്റഡ് വിത്ത് എ ഫോർട്ട്, ഒരു കോട്ട കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യപ്പെട്ട പാലസ് എന്നാണ് കോഴിക്കോടിനർത്ഥം. അപ്പൊ അതുപോലെ മറ്റ് പേരുകൾ തൃശ്ശൂർ, കണ്ണൂർ, തലശ്ശേരി, തങ്കശ്ശേരി മുതലായ വാക്കുകളും ചില സ്ഥലങ്ങളുടെ അവസാനം യുആറിൽ അവസാനിക്കുന്നു. അങ്ങനെ എല്ലാ സ്ഥലങ്ങൾക്കും ഓരോരോ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അത് കാരണമാണ് ആ സ്ഥലങ്ങൾക്ക് ആ ഒരു പേര് വന്നിട്ടുള്ളത്. ഇപ്പൊ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓൾസോ പ്ലേ എ മേജർ റോൾ ഇൻ ദ ഫോർമേഷൻ ഓഫ് നെയിംസ് ഓഫ് പ്ലേസസ്. ഇനി ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് എന്താണെന്ന് നോക്കാം. ഫാമിലി ഹിസ്റ്ററി ഒക്കെ നമുക്ക് അറിയുന്നതാണ്. ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് എന്താണെന്ന് നോക്കാം. ഒഫീഷ്യൽ ഡോക്യുമെന്റ്സിൽ പെടുന്നതാണ് സെൻസസ് റിപ്പോർട്ട്, ഗസറ്റ് ഡോക്യുമെന്റ്സ്, കോർട്ട് ഡോക്യുമെന്റ്സ്, സർവേ റിപ്പോർട്ട്, ടാക്സ് ഡോക്യുമെന്റ്സ്, പോലീസ് റിപ്പോർട്ട്സ്, ഡെവലപ്മെന്റ് റിപ്പോർട്ട് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇപ്പോൾ സെൻസസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ്. ജനസംഖ്യയെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. ഗസറ്റ് ഡോക്യുമെന്റ് ഓരോ കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന കാര്യങ്ങളാണ്, അത് ഗസറ്റിൽ പെടുന്നത് ഗസറ്റ് ഡോക്യുമെന്റ്സ്. കോർട്ട് ഡോക്യുമെന്റ്സ് കോടതിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സർവേ, ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നതാണ് സർവേ റിപ്പോർട്ട്സ്. ചിലപ്പോൾ അസുഖങ്ങളാവാം, എന്താ പറയുക, ഓരോ പ്രദേശത്തെ കുറിച്ചിട്ടുള്ളതാവാം, അങ്ങനെ എന്തും ആവാം സർവേ. ടാക്സ് ഡോക്യുമെന്റ്സ്, ഗവൺമെന്റിന് അടയ്ക്കേണ്ട ടാക്സുകൾ പലതരത്തിലുണ്ട്, അങ്ങനെ അതിനെക്കുറിച്ചിട്ടുള്ള ഡോക്യുമെന്റ്സ് തയ്യാറാക്കിയാൽ അത് ടാക്സ് ഡോക്യുമെന്റ്സ് അറിയും. പോലീസ് റിപ്പോർട്ടുകൾ, ഡെവലപ്മെന്റ് റിപ്പോർട്ട് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഡെവലപ്മെന്റ് റിപ്പോർട്ടുകൾ, ഇവയെല്ലാം തന്നെ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സും ആണ്. അവ നമുക്ക് ലോക്കൽ ആയിട്ടുള്ള വിവരങ്ങൾ, അല്ലെങ്കിൽ ലോക്കൽ ഹിസ്റ്ററിക്ക് വേണ്ടുന്ന വിവരങ്ങൾ നൽകുന്നവയും ആണ്. മോർഗേജ് ഡോക്യുമെന്റ്സ് ആൻഡ് ഡീഡ്സ്, അതും ഒരു ലോക്കൽ ഹിസ്റ്ററിയുടെ സോഴ്സ് ആണ്. ദ മോർഗേജ് ഓർ ലീസ് ഡോക്യുമെന്റ്സ് ആൻഡ് ഡീഡ്സ് ആർ ബെനിഫിഷ്യൽ ഫോർ റൈറ്റിംഗ് ലോക്കൽ ഹിസ്റ്ററി. വി ഗെറ്റ് ഇൻഫർമേഷൻ ഓൺ പേഴ്സണൽ ഡീറ്റെയിൽസ്, പ്രൈവറ്റ് പ്രോപ്പർട്ടി സെക്ടർ എക്സെട്ര. ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസും അയാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസിനൊക്കെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുന്നവയാണ് മോർഗേജ് ഡോക്യുമെന്റ്സ് ആൻഡ് ഡീഡ്സ്. ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ്, തിങ്സ് ടു ബി നോട്ടഡ്. നമ്മുടെ പ്രദേശത്തെ കുറിച്ച് ഹിസ്റ്ററി തയ്യാറാക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം? ഫസ്റ്റത്തെ കാര്യമാണ് ഫിസിയോഗ്രാഫിക് ഫീച്ചേഴ്സ്, ആ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ, അതാണ് ഫിസിയോഗ്രാഫിക് ഫീച്ചേഴ്സ്. ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ്, ആ പ്രദേശത്തുള്ള പണ്ട് കാലത്ത് നിലനിന്ന പല മോണുമെന്റ്സ്, അവിടുത്തെ ഫോർട്ട്, സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സിൽ പെടുന്നത്. അതുപോലെ ഒക്യുപ്പേഷൻ, മീൻസ് ഓഫ് ലിവിങ്, ആളുകളുടെ ജീവിതമാർഗം എന്താണ്, അവരുടെ ജോലി എന്താണ്. സർവൈവൽ മോഡൽസ്, ഡ്രോട്ട്, എപ്പിഡമിക്സ്, എവിക്ഷൻ, പോവേർട്ടി. സർവൈവൽ മോഡൽസ് എന്ന് വെച്ചാൽ
അവർ എന്തെല്ലാം കാര്യങ്ങളിൽ നിന്നും സർവൈവ് ചെയ്തു, അതിജീവിച്ചു എന്നുള്ള കാര്യങ്ങളാണ് സർവൈവൽ മോഡൽസിൽ പെടുന്നത്. കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വുമൺസ് എഡ്യൂക്കേഷൻ, ലൈബ്രറീസ്, ഡീറ്റെയിൽസ് റിഗാർഡിംഗ് എഡ്യൂക്കേഷൻ, അതാണ് കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പെടുന്നത്. ലാൻഡ് റിലേഷൻസ്, ഫ്യൂഡൽ സിസ്റ്റം, അതുപോലെ പലതരത്തിലുള്ള ഓൾഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. പാട്രിയോട്ടിസം, പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ്, നാഷണൽ മൂവ്മെൻറ്റ്സ്, പേഴ്സണാലിറ്റീസ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഏരിയ, അത്രയും കാര്യങ്ങളാണ് പാട്രിയോട്ടിസത്തിൽ പെടുന്നത്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ആ പ്രദേശത്തുള്ള ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇതിൽ പെടുന്നതായിരിക്കും. ബിബ്ലിയോഗ്രാഫി, ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ദാറ്റ് എൻഷുവേഴ്സ് ദ ഓതൻറ്റിസിറ്റി ഓഫ് ഹിസ്റ്ററി റൈറ്റിംഗ്. ദിസ് ഈസ് എ ഡീറ്റെയിൽ ലിസ്റ്റ് ഓഫ് ഓൾ സോഴ്സസ് യൂസ് ഫോർ റൈറ്റിംഗ് ഹിസ്റ്ററി. ഇപ്പോൾ ഹിസ്റ്ററി എഴുതുന്നതിന് വേണ്ടുന്ന എല്ലാ ഡീറ്റെയിൽ ലിസ്റ്റ് ചേർന്നിട്ടുള്ളതാണ് ബിബ്ലിയോഗ്രാഫി. ദ ബിബ്ലിയോഗ്രാഫി ഈസ് യൂഷ്വലി ഗിവൺ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റഡി. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ പ്രദേശത്തെക്കുറിച്ച് പഠിച്ച് എഴുതി കഴിഞ്ഞാൽ അത് അവസാനം നൽകുന്ന ഒന്നാണ് ബിബ്ലിയോഗ്രാഫി.